എല്ലാ പരമാണുക്കളിലും നിറഞ്ഞു നിൽക്കുന്നതും ഭക്തരുടെ ഭൗതികവും ആധ്യാത്മികവുമായ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നവനുമായ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഓരോ ഭക്തപാദങ്ങളിലും എൻ്റെ സ്നേഹ നമസ്കാരം. ഇന്നിപ്പോൾ എല്ലാവരും 9 ദിവസത്തോളമായി അവതാര കഥകളൊക്കെ കേട്ട് തേജസ്സുറ്റ മുഖങ്ങളോട് കൂടിയിരിക്കുന്നവർ. അതിൻ്റെ ഐശ്വര്യം എല്ലാവരുടെ മുഖത്തും കാണുന്നുണ്ട് കേട്ടോ. ആദ്യം എനിക്കൊന്നും കാണാൻ പറ്റി, ഈ വെളിച്ചം കാരണം മുഖം അത്ര ക്ലിയർ അല്ല. പക്ഷെ അത് ഓഫ് ചെയ്തപ്പോൾ ഒന്ന് കുറഞ്ഞപ്പോൾ എല്ലാവരെയും കാണാം. ഇത്തിരി തെളിച്ച തേജസ്സ മുഖത്ത്. 9 ദിവസമൊക്കെ നിങ്ങൾ പ്രഭാഷണങ്ങൾ കേട്ട് കാണണം. ഭഗവാനെ അവതാരം ചന്ദനം ചാർത്ത് മനോഹരമായിട്ടൊന്ന് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ഉണ്ടായിട്ടുണ്ടാവും. ആ ദർശന പുണ്യം എല്ലാവരുടെ മുഖത്തും വിളങ്ങി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ പറയണതെല്ലാം നിങ്ങൾക്ക് ശ്രദ്ധയോടെ, കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കാൻ സാധ്യമാവും, യാതൊരു സംശയവുമില്ല. അപ്പം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. 9 ദിവസമായി പ്രഭാഷണമൊക്കെ കേൾക്കണു, എന്തൊക്കെ ഗ്രഹിച്ചു, എന്തൊക്കെ മനസ്സിലായി, എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചു അതുമൂലം? എന്ത് ഉത്തരാ നിങ്ങൾ പറയാ? ഇല്ലേ? ഇതൊക്കെയോ കേട്ടു, ഇതിലേ കേട്ടു, എന്തൊക്കെയോ ഇതിലേ കുറച്ചൊക്കെ പോയി, കുറച്ചൊക്കെ ഉള്ളിൽ കിടന്നു. അതെ, അത്രേ ഉള്ളൂ. കാരണം എന്താ? ഒരാൾ ഇങ്ങനെ ഇരുന്ന് പറയാ, മറ്റുള്ളവരിരുന്ന് കേൾക്കുക. ലെക്ചർ ക്ലാസ് എന്ന് പറയല്ലേ? ലെക്ചർ ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികൾ എക്സാം എഴുതുമ്പോൾ എങ്ങനെയുണ്ടാവും? റിവിഷൻ നടത്തേണ്ടി വരും. ടീച്ചർ 2ാമത്തെ ക്ലാസ് എടുക്കുമോ? ഇല്ല. പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവൂലേ? അതുപോലെ നോട്ട്സൊക്കെ നിങ്ങൾ എഴുതിയോ കഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ? ഇല്ല, കേട്ടുകൊണ്ടിരുന്നു. ഇപ്പം എല്ലാം ഉള്ളിലുണ്ടാവുമോ? ബുദ്ധിമുട്ടാ. നമ്മുടെ തലച്ചോറിന്, നമ്മുടെ മസ്തിഷ്കത്തിന് അതിനുള്ള ശക്തിയേ ഉള്ളൂ. ഭഗവാന്റെ പടപ്പ് അങ്ങനെയാണ്. അപ്പം എങ്ങനെ ഇതെല്ലാം ഓർമ്മ നിൽക്കുക? അതിന് എളുപ്പവഴിയുണ്ടേ. ഇപ്പോൾ സൈക്കോളജിക്കൽ റിസർച്ചിൽ പറയണത് ലെക്ചർ ക്ലാസ്സിന് പകരം കോൺവെർസേഷൻ, സംഭാഷണങ്ങളായ ചോദ്യോത്തര ശൈലിയിലാണെങ്കിൽ കേട്ടതെല്ലാം അപ്പാടെ നമ്മുടെ ബ്രെയിനിൽ, തലച്ചോറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന, മെമ്മറി കപ്പാസിറ്റി കൂടുന്ന. അടുത്ത കാലത്ത് യൂറോപ്യന്മാരൊക്കെ കണ്ടുപിടിച്ചപ്പോൾ നമ്മളതങ്ങോട്ട് വിശ്വസിച്ച്, വിശ്വസിക്കുന്ന ടോയ്ലറ്റ് തെറ്റൊന്നുമില്ല, നമ്മുടെ വിദ്യാലയ കരിക്കുലത്തിൽ ഏർപ്പാടാക്കാൻ തീരുമാനമായി. കുറച്ച് കളയുമ്പോൾ അതൊക്കെ വരും, ചോദ്യോത്തര ശൈലി. എന്നാൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഋഷീശ്വരന്മാർ ഇതാണ് പ്രയോഗത്തിൽ നടത്തിക്കൊണ്ട് വന്നിരുന്നത്. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാവും? നമുക്കൊക്കെ പരിചിതമായ രാമായണത്തിൽ എങ്ങനെയാ? ചുമ്മാ അങ്ങോട്ട് ശിവൻ ഇരുന്ന് പറയണോ? ഇല്ല. പാർവതീദേവി സംശയം ചോദിക്കുകയാണ്, എനിക്ക് രാമകഥാ തത്വം അറിയണം. ഉമാമഹേശ്വര സംവാദമാണ് രാമായണത്തിൽ, പുരാണങ്ങളിൽ മാത്രമല്ല കേട്ടോ. എന്തിന്? ഏറ്റവും ശ്രേഷ്ഠമായ അറിവായ വേദവും അങ്ങനെ തന്നെ. ഹയഗ്രീവനും ബ്രഹ്മാവും തമ്മിലുള്ള സംവാദമാണ് വേദവും. അങ്ങനെ സ്കന്ദപുരാണമായാലും ഭഗവത്ഗീതയായാലും മഹാഭാരതമായാലും ഏതൊരു ആധ്യാത്മിക ഗ്രന്ഥം എടുത്തു നോക്കിയാലും സംവാദ രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ വായിക്കുന്നവനും അത് സംവാദം പോലെ തോന്നുന്നത് കൊണ്ട് തന്നെ അത് നമ്മുടെ തലയിൽ എളുപ്പം ഗ്രാഹ്യമാകും. മാത്രമല്ല, അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. അതെന്താ? പറയുന്നവനും കേൾക്കുന്നവനും അറിവിൻ്റെ തലത്തിൽ തുല്യരാണ്. അതെന്താ അങ്ങനെ? പരമശിവനും പാർവതീദേവിയും തമ്മിൽ അറിവ് കുറവ് പാർവതീദേവിക്കുണ്ടോ? തുല്യ. രണ്ടുപേരും ഒരേ തലത്തിൽ തന്നെയാണ്. അർജുനും അതെ, ശ്രീകൃഷ്ണനും അതെ. അപ്പോൾ ഇവിടെ ഇരിക്കണ ഞാനും നിങ്ങളും അറിവിൻ്റെ തലത്തിൽ ഒരേ നിലയിലാണുള്ളത്. ഇപ്പം എന്താണെന്നും ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മുമ്പേ അറിയാത്തത് ഇപ്പം സംശയം ഉണ്ടാവും അല്ലേ? ഉള്ളിൽ വന്നില്ല സംശയം? അത്രയേ ഉള്ളൂ. കാരണം ഭാരതത്തിൽ ജനിച്ചവരെല്ലാം തന്നെ അറിവിൽ വിളങ്ങിയവരാണ്. ഈ ഭാരതത്തിൽ ആരൊക്കെ ജനിച്ചിട്ടുണ്ടോ, അത് ഏത് മതമാണോ ഒന്നും ചിന്തിക്കേണ്ട. ഇവിടെ ജനിച്ച് ഈ പുണ്യഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ, ഇനിയും ജനിക്കാതിരിക്കുന്നുണ്ടോ, അവർക്കെല്ലാം എല്ലാ അറിവും നിറഞ്ഞവരായിരിക്കും. കാരണം ഭാരതം എന്നത് ഭാസിൽ അറിവിൽ വിളങ്ങിയവരുടെ നാടാണ്. ഈ മണ്ണിന് അങ്ങനൊരു പുണ്യഭൂമി എന്ന സങ്കല്പം കൂടിയുണ്ട്. അതാണേനും
അപ്പം എന്തുകൊണ്ട് മറന്നുപോയി? ചതുർയുഗങ്ങളിൽ കൃതയുഗം, അതായത് ആദ്യത്തെ യുഗം സത്യയുഗത്തിൽ എല്ലാവർക്കും ഇപ്പോൾ ഗുരു ശിഷ്യ സംവാദമൊന്നുമില്ല, ഇങ്ങനെ നോക്കിയിരുന്നാൽ മതി. നമ്മളിപ്പോൾ സത്യയുഗത്തിലുള്ളവരാണെങ്കിൽ ഞാൻ ചുമ്മാ അവിടെ ഇരുന്നാൽ മതി, നിങ്ങളുടെ ഫേസിലേക്ക് ഇങ്ങനെ നോക്കിയാൽ മതി. ഗുരു ശിഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ മാത്രം മതി. ആ അറിവ് താനേ അവരുടെ തലയിൽ വിളങ്ങും. ട്രാൻസ്ഫോം ചെയ്യാനുള്ള കഴിവ്, സ്വീകരിക്കാനുള്ള കഴിവ് ശിഷ്യർക്കും ഉണ്ടായിരുന്നു. ഇതുപോലെ നമുക്കും കഴിവുണ്ട്. പക്ഷേ ഇന്ന് യുഗം ഏതാണ്? അവസാന യുഗമായ കലിയുഗമാണ്. കലിയുഗത്തിലാണ് ക്ഷേത്ര ദർശനവും നാമജപവും ഹോമാദികളും ആവശ്യമുള്ളൂ. കൃതയുഗത്തിൽ ഇതൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും സാത്വികരാണ്, എല്ലാവരും നല്ലവരാണ്. എന്നാൽ നമുക്ക് ഇന്ന് എല്ലാവർക്കും 1, 2, 3 മുഖങ്ങളാണ്. ഒരു സമയം നമ്മൾ നല്ലവരാണ്, ഒരു സമയം നമ്മൾ വേറെ രീതിയിലാണ്. ഇതെല്ലാം ചേർന്ന് സാത്വികമായി മാറണമെങ്കിൽ നമ്മൾക്ക് ക്ഷേത്ര ദർശനവും ആരാധനയും നാമജപവും പൂജയും ഹോമാദികളും ആവശ്യമായി വന്നു. നമ്മുടെ അറിവ് സുഷുപ്ത അവസ്ഥയിലാണ്, ഡോർമന്റ് സ്റ്റേജിലാണ്. അതവിടെ ഉണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 2 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ, 3 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ടോ? ഇപ്പോൾ ഓർത്ത് നോക്കി കഴിഞ്ഞാൽ അന്ന് എന്തൊക്കെ ഏതെങ്കിലും 1, 2 ഇൻസിഡൻസ് മൈൻഡിലുണ്ടാവും അല്ലേ? അതല്ലാതെ മുഴുവൻ നമുക്ക് ഓർമ്മയുണ്ടോ? പക്ഷേ നമ്മളൊക്കെ അനുഭവിച്ചവരല്ലേ? അത് നമ്മുടെ തലച്ചോറിലുണ്ട്. ഏതെങ്കിലും ഒരു ഹിപ്നോട്ടിക് വൈദഗ്ധ്യൻ വന്ന് ഹിപ്നോട്ടിസം നടത്തിയാൽ മണിയായിട്ട് നമ്മളത് പറയും. എന്ന് വെച്ചാൽ നമ്മുടെ തലയിൽ അത് സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമുക്കത് ഓർമ്മയില്ല. അത് ഡോർമൻ സ്റ്റേജിലാണ്, സുഷുപ്താവസ്ഥയിലാണ്. അതുപോലെ അറിവുകളെല്ലാം തന്നെ എന്തൊക്കെ ഞാനിവിടെ എന്നിലൂടെ പറയപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ വേറൊരു പ്രഭാഷകാരൻ, എന്താണ് പ്രഭാഷണം? പ്രഭയുള്ള ജ്ഞാനമുള്ളവർ തമ്മിലുള്ള ഭാഷണം, അല്ലെങ്കിൽ ജ്ഞാനമുള്ളവരുടെ ഭാഷണം, ജ്ഞാനമുള്ള ഭാഷണം, അറിവുള്ള ഭാഷണം, എല്ലാം പ്രഭാഷണം. അങ്ങനെയുള്ള പ്രഭാഷണത്തിൽ എന്തൊക്കെ പറയുന്നുണ്ടോ, എന്തൊക്കെ അറിവുകളുണ്ടോ, സാത്വികമായ അറിവുകളുണ്ട്, അതെല്ലാം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. എന്നാൽ പറയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇന്ന് നമുക്ക് കൽക്കി അവതാരമാണ്. കൽക്കി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ എല്ലാവരും 40 വയസ്സിന് മേലെയുള്ളവരാണെന്ന് തോന്നുന്നു. ചെറിയ കുട്ടികളെയൊന്നും കാണില്ല. കാരണം കുറച്ച് കുട്ടികളെ കാണാനുണ്ട്. എന്നാൽ കൗമാരപ്രായക്കാരെ കാണാൻ ബുദ്ധിമുട്ട എന്ന് പറഞ്ഞപ്പോൾ 2 പേര് വന്നു. ബുദ്ധിമുട്ടാണ് പൊതുവെ. അവരിങ്ങോട്ട് വന്നാൽ അവരതിലേ പോയി. ഞാൻ കരുതി ഇങ്ങോട്ട് വന്ന സാധാരണ കാണാറില്ല. കാരണം അവർക്ക് നമ്മളെക്കാൾ ഒരുപാട് ബുദ്ധി കൂടുതലാണ്. ഇന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ജനിക്കുമ്പോൾ ഉള്ള അറിവല്ല കേട്ടോ. നമുക്ക് 12 വയസ്സുള്ള അറിവാണ് ആ കുഞ്ഞുങ്ങൾക്ക്. ജനിക്കുമ്പോൾ തന്നെ നമുക്ക് 12 വയസ്സുള്ളപ്പോൾ ഉള്ള ബുദ്ധി അവർക്കുണ്ടെങ്കിൽ അവർ അതിബുദ്ധിമാന്മാരല്ലേ. പക്ഷേ അവർക്ക് ആ പ്രായത്തിൽ നമുക്കും അങ്ങനെയായിരുന്നു കേട്ടോ. ആ കൗമാരപ്രായത്തിൽ ബുദ്ധി കൂടുതലായിരിക്കും, പക്ഷേ അതനുസരിച്ച് ബോധതലം കുറഞ്ഞിരിക്കും. അതുകൊണ്ട് സഡൻ ആക്ഷൻ അവർ ചെയ്യും, ആഫ്റ്റർ എഫക്റ്റ് ചിന്തിക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ളത് കൊണ്ട് അവർക്ക് ഇത്തരം ഭാഷണങ്ങൾ കേൾക്കാൻ താല്പര്യം കുറവായിരിക്കും. പക്ഷേ ജീവിത പ്രാരാബ്ധങ്ങൾ, നമ്മൾ ജീവിക്കുന്നത് എന്തിനാ? മനുഷ്യനായി ജനിച്ചത് എന്തിനാ? ആ ഈശ്വരീയതയിലേക്ക് എന്ന് പറഞ്ഞ സാത്വികതയിലേക്ക് എത്തിച്ചേരാനാണ്. ഈശ്വരനായി മാറാൻ, ഈശ്വര സ്വരൂപമായി മാറാനാണ്. മനസ്സുകൊണ്ട്, ബാഹ്യരൂപം കൊണ്ടല്ല, മാനസികമായി സാത്വികമായി മാറാനാണ് നമ്മൾ ഭൂമിയിൽ മനുഷ്യജന്മം എടുത്തിട്ടുള്ളത്. നമ്മൾ പറയും 7 ജന്മമുണ്ട്, എത്രയോ ജന്മം കഴിഞ്ഞ് അല്ലേ, പുഴുവായി, പൂച്ചിയായി, മരമായി, മണ്ണായി. തുടക്കം മണ്ണിൽ നിന്നാണ്. അതിനും ജീവനുണ്ട്, അത്രേ മനസ്സുണ്ട്. ഓരോ കല്ലിനും മനസ്സുണ്ട്. എന്നാൽ അതിൽ നിന്നും പരമാണുവായി, അതിൽ നിന്നും സസ്യജാലങ്ങളായി. നടക്കാൻ സാധിക്കില്ലല്ലോ. മൃഗങ്ങളായി അവസാനം മനുഷ്യജന്മം, കോടാനുകോടി ജന്മശേഷം ഒരു മനുഷ്യജന്മം ലഭിക്കുന്നു. ആദ്യ ജന്മം കഴിഞ്ഞ് 7ാമത്തെ ജന്മത്തിലെങ്കിലും സാത്വികതയിൽ നമ്മൾ എത്തേണ്ടതുണ്ട്. എത്താൻ സാധ്യതയുമുണ്ട്. എത്താതിരുന്നാൽ വീണ്ടും നമ്മൾ അധമജന്മങ്ങളിലേക്ക് താന്നു പോകുമെന്നാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞിരിക്കുന്നത്. ഇതിനിത് നമ്മൾ വിശ്വസിക്കണമെങ്കിൽ, നമ്മുടെ പുതിയ തലമുറ 100% വിശ്വസിക്കണമെങ്കിൽ ആര് ഗവേഷണം നടത്തണം? നമ്മൾ നടത്തിയ പോരാട്ടം. ഇവിടെ ഇരുന്ന് നടത്തിയാലൊന്നും വിശ്വസിക്കില്ല. വിശ്വസിക്കണമെങ്കിൽ അങ്ങ് യൂറോപ്പിൽ പോയി ഗവേഷണം നടത്തി കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ പറയും സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് നമ്മുടെ ഋഷീശ്വരന്മാർ ഇത് തന്നെയാണ് പറഞ്ഞത്. അത് തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തി വരുന്നത്. അങ്ങനെ ലഭിച്ച ഈ മനുഷ്യജന്മത്തിൽ നമുക്ക് സാത്വിക ഭാവം കൈക്കൊള്ളണമെങ്കിൽ ഈശ്വരാരാധന ആവശ്യമാണ്. ഈശ്വരാരാധന എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും പ്രാർത്ഥന വേണം.
പ്രാർത്ഥനയൊന്നും നമ്മുടെ ഹിന്ദു മതത്തിലില്ല കേട്ടോ. പ്രാർത്ഥിക്കേണ്ട ആവശ്യം യഥാർത്ഥത്തിൽ നമുക്കില്ല. ഇപ്പം സംശയം ഉണ്ടാവും, പ്രാർത്ഥന ഭരിക്കണോ വേണ്ടേന്ന്. അത് നമുക്ക് അവസാനത്തിൽ പറയാം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ എനിക്ക് പോകും. അത് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ടൊക്കെ കാര്യങ്ങളൊക്കെ അറിയുന്ന ഇപ്പം എന്നെ പോകാൻ വിചാരിക്കും. അത് പറ്റില്ല. ഏറ്റവും അവസാനം ഞാൻ പറയുള്ളൂ, പ്രാർത്ഥന ഫലിക്കുകയോ ഇല്ലയോ, അത് ഫലിക്കണോ, എങ്ങനെ പ്രാർത്ഥിക്കണം. ഇപ്പം നമ്മുടെ വിഷയം കൽക്കി അവതാര. എന്തുകൊണ്ടാണ് ഭഗവാൻ അവതാരങ്ങൾ നടത്തിയത്? നമ്മളൊക്കെ ഒരു അവതാരങ്ങളൊക്കെ തന്നെയാട്ടോ. എന്നാലും ഭഗവാന്റെ വിശേഷാവതാര. ഓരോ യുഗത്തിലും അധർമ്മം പെരുകുമ്പോൾ, അധാർമികത പെരുകുമ്പോൾ ഭഗവാൻ അവതരിക്കും. ഇപ്പോൾ കലിയുഗത്തിലായതുകൊണ്ട് അധർമ്മം ഇത്തിരി കൂടുതലാണ്. കലിയുഗത്തിൽ അധർമ്മം കൂടിക്കൊണ്ടേയിരിക്കും. നമുക്ക് ചുറ്റും നോക്കി അറിയാം. കലിയുഗ ലക്ഷണങ്ങളൊക്കെ പുരാണങ്ങളിൽ പറയുന്നുണ്ട് കേട്ടോ. വിഷ്ണു പുരാണത്തിൽ, ഭവിഷ്യപുരാണത്തിൽ, എന്തിന് കൽക്കി പുരാണം തന്നെയുണ്ട്. അതിലും പറയുന്നുണ്ട് അധർമ്മം പെരുകുമ്പോൾ കലിയുഗത്തിൽ അതിൻ്റെ ലക്ഷണങ്ങൾ ആദ്യമേ തന്നെ കണ്ടു തുടങ്ങും. ഭഗവാൻ കൃഷ്ണൻ സ്വർഗാരോഹണം നടത്തി കഴിഞ്ഞപ്പോൾ മുതൽ കലിയുഗം ആരംഭിച്ചു. അന്നു മുതൽ അധർമ്മത്തിന് ക്ഷയം സംഭവിച്ചു തുടങ്ങി. എങ്ങനെ? രാജാക്കന്മാർ ധൂർത്തുള്ളവരായി മാറി. രാജ്യം ഭരിക്കുന്നവരങ്ങനെയായാൽ പണത്തിനു വേണ്ടി, പണമോഹം മാത്രമാണ് അധികാരത്തിലിരിക്കുന്നവർക്ക് എന്ന് വന്നു. നമുക്കതിന് പ്രത്യേകിച്ച് പറഞ്ഞൊന്നും തരണ്ടല്ലേ. അപ്പം അങ്ങനെ തന്നെയാണ് നടക്കണേ. സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷ ഇല്ലാണ്ടായി. സുരക്ഷിതത്വം വേണ്ടത് അവർക്കല്ലേ. അവർക്ക് സുരക്ഷിതത്വം ഇല്ലാതായി. നാട്ടിൽ കൊല്ലും കൊലയും നടക്കുന്നു. മയക്കുമരുന്നിൻ്റെ ഉപയോഗം, പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ വെറുതെ വിടുന്നില്ല. പിന്നെ ചിന്തിക്കണോ, അധർമ്മം കളിയാടിക്കൊണ്ടിരിക്കുകയാണ്. ധർമ്മം പുലർത്തേണ്ടവർ തന്നെ അധർമ്മം നടത്തുമ്പോൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വധിക്കുന്നു, നരഹത്യ ചെയ്യുന്നു, എവിടെയും ക്രൂരകൃത്യങ്ങൾ കാണുന്നു. അതിനനുസരിച്ച് പ്രകൃതിയുടെ താളവും തെറ്റുന്നു നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അകാരണമായ മഴ, വെള്ളപ്പൊക്കം, ദുരിതങ്ങൾ, ജനങ്ങൾ വലയുന്നു. അകാരണമായ ചൂട്, എത്ര പെട്ടെന്ന് ഈ വർഷം ചൂട് എത്ര അധികം കൂടി നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടു അനുഭവിക്കുന്നു. അപ്പോൾ കലികാലത്തിൻ്റെ അന്ത്യഭാഗം, അവസാന ഭാഗം എന്ന് വെച്ചാൽ ഇനി സത്യയുഗം ആരംഭിക്കാറായി. അതിൻ്റെ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങും. അതിന് മുന്നോടിയായി കൽക്കി ഭഗവാൻ അവതരിക്കും. ഇന്ന് അവതാരം അവിടെ കണ്ടു, അതിൻ്റെ രൂപം കണ്ടു, കുതിരപ്പുറത്താണെന്ന് കണ്ടു. ഇതൊക്കെ ഭവിഷ്യപുരാണത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അത്ര കാലങ്ങൾക്ക് മുമ്പേ എഴുതി വച്ചിരിക്കുന്നു. തീർച്ചയായും അങ്ങനെ അവതാരം ഉണ്ടാകും. ആ അവതാരം നോക്കി നമ്മളിരിക്കുന്നതിന് മുൻപായി ആ അവതാരം നമ്മുടെ മനസ്സിലാണ് ആദ്യം വരേണ്ടത്. നമ്മുടെ മനസ്സിൽ അധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം. കലികാലാന്തത്തിങ്കൽ കലുഷിത ലോകമശേഷമൊടുക്കാൻ ഗഡ്ഗീവടിയായി വരുന്ന ഭഗവാനാണ് കൽക്കി. കൽക്ക എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് കൽക്കി എന്ന പേരുണ്ടായത്. കൽമഷം കളയുന്നവൻ. എന്താണ് കൽമഷം? ദോഷചിന്തകൾ, നമുക്ക് ഉപകാരമില്ലാത്ത, ആവശ്യമില്ലാത്ത, അനാവശ്യമായ ചിന്തകളാണ് കൽമഷം. ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലേ, ഏറ്റവും അധികം മാനസികാരോഗ്യം കുറഞ്ഞ ആളുകളാണ് ഹിന്ദു സമൂഹത്തിലുള്ളത്. അത്ര നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും മനസ്സിന് ആരോഗ്യം കുറവാണ്. എന്തായിരിക്കും കാരണം? ഇത്രയേ ഉള്ളൂ കാരണം. നമുക്കൊക്കെ ഈശ്വര ചിന്ത, അതായത് സാത്വികമായ ചിന്ത ഇല്ലാതായി. സാത്വികമായ ചിന്ത ഇല്ലാതായാൽ അനാവശ്യമായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കുടിയേറും. സ്വാഭാവികമായും ചിന്തകൾ, മോശമായ ചിന്തകൾ മനസ്സിൽ പെരുകുമ്പോൾ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാവില്ല. സ്വാസ്ഥ്യം ഇല്ലാത്ത അവസ്ഥ വരും, അസ്വസ്ഥത ഉണ്ടാകും. പിന്നെ പറയണ്ടല്ലോ, പിന്നെ എന്നെ പോലുള്ള ആളുകൾക്കൊക്കെ ഇരിക്കാൻ നേരം ഉണ്ടാവില്ല. ഒരു സെക്കൻഡ് ഇരിക്കാൻ നേരം ഉണ്ടാവില്ല. അതിൻ്റെ ഓഫീസിലെ ആളുകൾ നിറയും. എന്നെ പോലുള്ള ആളുകളുടെ ആവശ്യമുണ്ടെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ഇല്ല. നിത്യേന ക്ഷേത്ര ദർശനമുണ്ടെങ്കിൽ, സ്വാഭാവികമായ ക്ഷേത്ര ദർശനത്തിലൂടെ, വിശ്വാസം എന്ന നിർബന്ധമേ അല്ല, അതൊരു സിസ്റ്റമാണ്. എന്താണ് ക്ഷേത്രം? ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയണ്ട. ദിവസേന ക്ഷേത്ര ദർശനം നടത്തുന്നവരല്ലേ നിങ്ങൾ? നിത്യേന നടത്തുന്നുണ്ട്. അതിരാവിലെ കുളിച്ച് അല്ലേ, അമ്പലത്തിലൊക്കെ വന്ന് 2 പ്രദക്ഷിണമൊക്കെ വച്ച് തിരുമേനിയുടെ കയ്യിൽ നിന്നൊരു പുഷ്പവും തീർത്ഥവും സ്വീകരിച്ചാൽ, പ്രസാദവും സ്വീകരിച്ചാൽ അന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടാവും? നല്ല ഉന്മേഷമല്ലേ? എന്താ ചിന്തിച്ചുണ്ടോ? എന്തിനാ ക്ഷേത്ര ദർശനം നടത്തുന്നേ? പറയണം. ചോദ്യോത്തരത്തിലൂടെ മാത്രമേ മനസ്സിൽ തങ്ങി നിൽക്കുകയുള്ളൂ.
എന്തിനാ ക്ഷേത്ര ദർശനം നടത്തുന്നത്? അമ്പലത്തിൽ എന്തിനാ വരുന്നത്? പ്രാർത്ഥിക്കാൻ. ഒരിക്കലും പ്രാർത്ഥന നമ്മുടെ ആരാധനാ സമ്പ്രദായത്തിലില്ല. ഈശ്വരനോളം ഉയരുകയാണ് നമ്മൾ വേണ്ടത്. ഈശ്വരൻ ഒരിക്കലും നമ്മുടെ മുകളിൽ നിൽക്കുന്നു, നമ്മൾ താഴെ നിന്ന് ഇങ്ങനെ കേണപേക്ഷിക്കുന്നത് സെമിറ്റിക് മതങ്ങളിലാണുള്ളത്. അവർക്കാണ് അല്ലേ കൈകൊട്ടിയൊക്കെ പ്രാർത്ഥിക്കും. നമുക്ക് കൈകൊട്ടി പാടാം, പക്ഷെ കൈകൊട്ടി പ്രാർത്ഥനയില്ല. കൈകൊട്ടി നമ്മൾ പാടും. അങ്ങനെ പാടുമ്പോൾ നമ്മുടെ മൂലാധാരത്തിലുള്ള ശക്തി ഉണർന്ന് സാവധാനം മേലോട്ടുയർന്ന് സഹസ്രാര പത്മത്തിലെത്തുമ്പോൾ നമ്മൾ ഈശ്വരനുമായി, ഈശ്വര ചൈതന്യവുമായി സംയോഗം ചെയ്യും. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഉള്ളിൽ എന്താഗ്രഹമുണ്ടായിരുന്നുവോ അത് സഫലീകരിക്കപ്പെടും. അതാണ് ഈശ്വരൻ്റെ, ഭഗവാന്റെ അനുഗ്രഹമായി നമുക്ക് ലഭിക്കും. നമ്മൾ പറയും ക്ഷേത്ര ദർശനം നടത്തി ദീപാരാധനയൊക്കെ കണ്ട് തൊഴുതു വന്നു, അപ്പോൾ 2 ദിവസമല്ല 1 മാസമായിട്ട് ഞാൻ വിചാരിച്ചിരുന്ന കാര്യം നടന്നു. ഇതൊക്കെ വഴിപാടുകളൊക്കെ ഞാൻ കഴിച്ചു, കാര്യം നടന്നു കേട്ടോ. പിറ്റേ ദിവസം മുതൽ അമ്പലത്തിൽ വരാൻ വലിയ ഉത്സാഹമായിരിക്കും. ഇനിയും പ്രാർത്ഥനയുടെ ഫലമല്ല കേട്ടോ അത്. അവിടെ വന്ന് നമ്മൾ നാമം ജപിക്കുന്നു. അത് എളുപ്പത്തിൽ പറഞ്ഞാൽ മനസ്സിലാവും, പഴയ ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ തൃശ്ശൂർ റേഡിയോ സ്റ്റേഷൻ ട്യൂൺ ചെയ്തെടുക്കുമ്പോൾ ആ ഫ്രീക്വൻസിയിൽ ശരിയായി എത്തിച്ചേരുമ്പോൾ മാത്രമാണ് ആ പർട്ടിക്കുലർ തൃശ്ശൂർ എന്ന ഒരു റേഡിയോ സ്റ്റേഷൻ നമുക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ കുട്ടികളോട് എളുപ്പം പറയുകയാണെങ്കിൽ നമ്മൾ ജിയോൻ്റെ സിം കാർഡ് ഇട്ടിട്ട് വേറെ വൈഫൈ കണക്ഷൻ എടുത്താൽ കിട്ടുമോ? അവിടെ ചെന്നാൽ കിട്ടുമോ? ശരിയായ അതേ സിം തന്നെ വേണം അല്ലേ? ആ പാസ്വേഡ് നമുക്കറിയാം. ആ പാസ്വേഡാണ് മന്ത്രങ്ങൾ. മന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു ദേവതയുടെ ലോകത്തേക്ക്, ആ എനർജിയിലേക്ക്, ആ വേൾഡിലേക്ക് നമ്മൾ പോവുകയില്ല. മാനസികമായി ആ എനർജിയിലേക്ക് നമ്മൾ എത്തിച്ചേരാനുള്ളൊരു പാസ്വേഡ് മാത്രമാണ് മന്ത്രങ്ങൾ. ചിലതിന് ബീജമന്ത്രങ്ങൾക്ക് അർത്ഥം പോലും ഉണ്ടാവില്ല. ഐം ക്ലീം ക്രീം എന്നൊക്കെ കേൾക്കും. അത് ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ ധ്യാന ശ്ലോകങ്ങൾ, സാധാരണക്കാർക്ക് ധ്യാന ശ്ലോകങ്ങളും നാമജപങ്ങളും മാത്രം മതി. അതിലൂടെ നമ്മൾ ആ ദേവതയുടെ സ്വരൂപമായി തീരുകയാണ്. അപ്പോൾ സംശയം ഉണ്ടാവും, ഈശ്വരനുണ്ടോ? ഈ അമ്പലത്തിലിരിക്കുന്നത് ഈശ്വരനാണോ? കുട്ടികളുടെ സെഷനുകൾ വയ്ക്കാറുണ്ട്, പ്രത്യേകിച്ച് കൗമാരപ്രായക്കാരുടെ. അവർക്കൊക്കെ ഒരുപാട് സംശയങ്ങളാട്ടോ. സംശയങ്ങൾ കുറച്ചൊന്നുമല്ല, നേരത്തെ പറഞ്ഞ ബുദ്ധി അവർക്ക് കൂടുതലുള്ളത് കൊണ്ട് കുനുഷ്ടു ചോദ്യങ്ങളും അവർ ചോദിക്കും. കാരണം എവിടേക്കോ അവർ കേട്ടിട്ടുണ്ടാവും സംശയ നിവാരണ സെഷനിൽ. അവരുടെ ആ ചോദ്യങ്ങൾക്ക് ശരിയായ മറുപടി നമുക്ക് നൽകാനായാൽ നമ്മുടെ കുട്ടികൾ വേറൊരു വഴിക്കും പോവില്ല കേട്ടോ. പല കുട്ടികളും ചോദിക്കാറുണ്ട്, എന്തിനാണ് അമ്പലത്തിൽ പോകണത്? പോയിട്ട് ഇപ്പം എന്താ ഗുണം? അതുകൊണ്ട് എന്ത് ബെനിഫിറ്റാണ് ഉള്ളത്? കാരണം എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി അല്ലെങ്കിൽ അമ്മൂമ്മ, ഇപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ, എന്തിനാ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ദിവസവും പോകുന്നുണ്ട്, എന്നിട്ട് അവർക്ക് സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നും ഞാൻ കാണാനില്ല. അത്യാവശ്യം അവർ നുണ പറയും. ഇങ്ങനെയൊക്കെ കുട്ടികൾ ചോദിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഉത്തരം ഉണ്ടോ? ഉണ്ടാവണം. അവിടെ പോകുമ്പോൾ എങ്ങനെ തൊഴണം? അപ്പം എല്ലാത്തിനും ചിട്ടവട്ടങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവില്ലേ? അത് പാലിക്കണം, കുറച്ചൊക്കെ പാലിക്കണം. മുഴുവൻ സാധ്യം. പ്രദക്ഷിണം വയ്ക്കാനാ പറഞ്ഞേക്കണേ. അതുകൊണ്ട് ഞാൻ അപ്രദക്ഷിണേ വയ്ക്കൂ എന്ന് പറഞ്ഞാൽ ശരിയാവോ? പ്രദക്ഷിണം വയ്ക്കുമ്പോൾ എന്താണ് ഗുണം? നമ്മൾ ഈ കാണുന്ന സ്ഥൂല ശരീരമല്ലാതെ നമുക്കുള്ളിൽ ഒരു സൂക്ഷ്മ ശരീരം, അതെല്ലാവർക്കും അറിയാമല്ലേ? ആ സൂക്ഷ്മ ശരീരത്തിൽ എനർജി സെൻറ്റർ, ഊർജ സ്രോതസ്സുകളുണ്ട്. ആ ഊർജം, എനർജിയുടെ ഓരോ സെൻറ്ററുകളുമുണ്ട്, 100-ലധികം ഉണ്ട്. പക്ഷെ അതിൽ പ്രധാനമായി 7 എണ്ണം. ആ 7 എണ്ണത്തിന് ഉത്തേജനം ലഭിക്കാൻ അല്ലെങ്കിൽ അത് ശരിയായി വർക്ക് ചെയ്യാനാണ് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നത്. അപ്പോൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ വിശ്വാസം ഒരു നിർബന്ധമല്ല, ഉണ്ടായാൽ കൂടുതൽ നല്ലത്. അപ്പോൾ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഈശ്വരൻ എന്നതല്ല അവിടെ ക്ഷേത്രത്തിൽ ദേവതയാണ്. അപ്പം എന്താ ഈശ്വരനും ദേവതയും തമ്മിലുള്ള വ്യത്യാസം? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഈശ്വരനും ദേവതയും ഒന്നാണോ? തോന്നിയിട്ടുണ്ടോ? ഒന്നാണോ? നമുക്കേ സംശയമാണ്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവില്ലേ? അവരൊന്ന് ചോദിക്കും, ചില പർട്ടിക്കുലർ ദിവസങ്ങളിലൊന്നും അമ്പലത്തിൽ പോകാൻ പറ്റില്ല, പെൺകുട്ടികളാണ് ചോദിക്കും. ഇനി മറ്റുള്ളവർ കുട്ടികൾ ചോദിക്കും, പള്ളിയിൽ പോകണമെങ്കിൽ സുഖാട്ടോ, രാവിലെ എണീറ്റങ്ങ് ഇങ്ങനെ കാണിച്ചിട്ട് പോയാൽ മതി. പല്ല് തേക്കുണ്ടോ? അറിയില്ല, എന്നാലും വിരോധമില്ല കേട്ടോ, നമുക്ക് അവിടെ പോവാം, സുഖ.
ശരിയാ. ക്ഷേത്രം എന്നത് വെറുതെ ഒരു കെട്ടിടമല്ല, അതൊരു ബിൽഡിംഗ് അല്ല എന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം. ആഗമശാസ്ത്രവും ശില്പശാസ്ത്രവും ചേർന്ന അടിസ്ഥാനത്തിലാണ് ക്ഷേത്രം പണിതക്കുന്നത്. അതിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ ദേവത, ആ കല്ല്, ആ വിഗ്രഹം, കല്ല് തന്നെയത്, ആ വിഗ്രഹം, അതിൽ പ്രകൃതിയുടെ എനർജി, അതായത് ദിവ്യശക്തി, പ്രകൃതിയിലുള്ള കോസ്മിക് എനർജി എന്ന് പറയാം. അപ്പോൾ കുട്ടികൾക്ക് വേഗം മനസ്സിലാവും. ആ പോസിറ്റീവ് എനർജി പ്രകൃതിയിൽ നിന്നും വലിച്ചെടുത്ത് പൂർവാധികം ശക്തിയുടെ കൂടുതൽ ബൂസ്റ്റ് ചെയ്ത് പുറത്തേക്ക് പ്രവഹിക്കുന്നു. ശ്രീലകത്തിലൂടെ അങ്ങനെ പ്രദക്ഷിണ വഴിയിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രദക്ഷിണം ചെയ്യണം. അപ്രദക്ഷിണം ചെയ്താൽ ഗുണത്തെക്കാളേറെ ദോഷമാവും. അപ്പോൾ കുട്ടികൾ സംശയം ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? ആദ്യം പോയിരുന്ന് പഠിക്കടി എന്ന് പറയും. പിന്നെ കുട്ടികളൊന്നും ചോദിക്കില്ലല്ലോ. ദോഷം എന്ന് കേട്ടാലേ പേടിയാ ചിലർക്ക്. എൻ്റെ ഒരു സുഹൃത്ത് മകന് സൈക്കോളജിക്കൽ ഇഷ്യൂ ആയിട്ട് കൊണ്ടുവന്നതാണ്. ആദ്യം ഹിന്ദു ആട്ടോ, അതുകൊണ്ട് ആദ്യം ചോദിക്കും വിളക്ക് വയ്ക്കാറുണ്ടോ? സെഷനിൽ ചോദിക്കുന്നൊരു ചോദ്യം, വിളക്ക് വയ്ക്കാറുണ്ടോ? ഇല്ല. എന്താ കാരണം? ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ 8 മണിയാവും. 8 മണിക്ക് വിളക്കൊക്കെ ദോഷമാണ്, അതുകൊണ്ട് വിളക്കേ വയ്ക്കാറില്ല. ദീപം തെളിയിക്കണം സന്ധ്യയ്ക്ക്. എന്തിനാ? സന്ധ്യയ്ക്ക് സൂര്യൻ അസ്തമിക്കുമ്പോൾ സന്ധ്യാസമയത്തിലുണ്ടാകുന്ന ഈ പറഞ്ഞ നെഗറ്റീവ് എനർജി, അങ്ങനെ പറയാം, സൂര്യനുണ്ടെങ്കിൽ പോസിറ്റീവ് എനർജി നമുക്കൊക്കെ അറിയാം, അത് കുറയുമ്പോൾ കൊതുകൊക്കെ വരാൻ നേരത്തല്ലേ. കൊതുക് എന്താ പച്ചക്കറിയാണോ കഴിക്കണേ? ചോരയില്ലേ കുടിക്കണേ? പ്രകൃതിയാ അങ്ങനെയാണ്. അങ്ങനെയുള്ള സന്ധ്യാസമയത്തുണ്ടാകുന്ന മോശം എനർജികൾ നമ്മെ ബാധിക്കാതിരിക്കാനാണ് നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്നത് എന്ന് നമ്മുടെ കുട്ടികളോട് പറഞ്ഞു നോക്കൂ. നാളെ അവന് വിളക്ക് തെളിയിക്കാനുള്ള ആഗ്രഹമുണ്ടാകും. കുറച്ച് ദിവസം അടുപ്പിച്ച് യോഗികൾ ചെയ്യുന്ന ക്രിയകൾ പോലും വിളക്കിലെ നാളത്തിൽ നോക്കിയിരിക്കുന്ന യോഗക്രിയകളുണ്ട്. നമ്മളിതൊന്നും അറിഞ്ഞിട്ടല്ല കേട്ടോ. കുട്ടികളൊക്കെ ഇരുന്ന് വിളക്കിലെ നാളത്തിലേക്ക് നോക്കിയിരുന്ന് കളിക്കും. നമ്മൾ നാമം ജപിച്ചാലേ നമ്മുടെ കുട്ടികൾ ഇരിക്കുള്ളൂ. അപ്പോൾ വിളക്കിന് മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ അവർ അത് നോക്കിക്കൊണ്ടിരിക്കുക. അതൊരു യോഗീ ക്രിയയാണ്. അറിയാതെ ആചാരങ്ങളിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആരാണ് ദേവത, ആരാണ് ഈശ്വരൻ? കുട്ടികൾ ചോദിക്കും. അപ്പം അതിനുള്ള ഉത്തരമുണ്ട്. അതും ഒരു ഉദാഹരണത്തിൽ കൂടെ പറയാം. ഈശ്വരൻ എന്നാൽ പ്രപഞ്ചം മുഴുവനും ഈശ്വരനാണ്. അതിനെ നമുക്ക് ഇലക്ട്രിസിറ്റിയോട് ഉപമിക്കാം, വൈദ്യുതിയോട് ഉപമിപ്പിക്കാം. വൈദ്യുതി തൊട്ടാൽ എങ്ങനെ ഉണ്ടാവും? ഗുണമുണ്ടാവും. നിർഗുണനാണ്, ഗുണമില്ല, നമുക്ക് ഒരു ഗുണവുമില്ല. അപ്പോൾ ഈ ബൾബൊക്കെ കത്തെന്തോ ഗുണമില്ലാണ്ടാണോ? അല്ല. അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 11 കിലോവോൾട്ടുള്ള വൈദ്യുതിയെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് നമ്മൾ ബൾബിലും എനിക്ക് വെളിച്ചം വേണം, ബൾബിലേക്ക് കടത്തിവിട്ടു 230 വോൾട്ടേജ് ആക്കിയിട്ട്. എനിക്ക് ചൂട് വേണം, അയൺ ചെയ്യണം, ഞാൻ അയൺ ബോക്സിലേക്ക് കയറ്റി. ഇങ്ങനെ ഓരോ ഉപകരണം, കാറ്റ് വേണം, ഫാനിലേക്ക് കയറ്റി. സോ എന്തുണ്ടായി? അതാതിൻ്റെ ഗുണങ്ങൾ നമ്മൾ അനുഭവിച്ചു. നിർഗുണനായ ഈശ്വരൻ പരബ്രഹ്മത്തിൽ നിന്നും ഗുണമുള്ള ദേവതയിലേക്ക് സംക്രമിപ്പിച്ച പോലെ എനിക്ക് ബോധമുണരണം. ഞാൻ ആരെ പ്രാർത്ഥിക്കും? ആരുടെ നാമജപം ജപിക്കും? ഗണപതിയുടെ ധ്യാന ശ്ലോകങ്ങളും മൂലമന്ത്രങ്ങളും ബീജാക്ഷര മന്ത്രങ്ങളും ജപിച്ച് ഞാൻ ബോധതലം ഉയർത്തും. എനിക്ക് സമ്പത്തും ഐശ്വര്യവും വേണം. ലക്ഷ്മി ദേവിയെ ഭജിക്കും, അതുപോലുള്ള ക്ഷേത്രങ്ങളിൽ പോകും. അതുപോലെ എനിക്ക് വിദ്യയുണ്ടാകണം. ആരെ ഭജിക്കും? സരസ്വതി ദേവിയെ ഭജിക്കും. ഒരു കുട്ടി ചോദിച്ചാതാ 33 കോടി ദേവതകളുണ്ട്. എനിക്ക് വളരെയധികം ലജ്ജ തോന്നുന്നു. അവർക്ക് നല്ലവരെന്ന് പറയുന്നവർക്ക് ഒരു ദേവതയുള്ളൂ. നമ്മൾ സമ്പന്നരാണെന്ന് പറഞ്ഞു കൊടുക്കണം. 33 കോടി ദേവതകളെയും നമുക്ക് ഉപാസിക്കാം. എങ്ങനെ? എനിക്ക് ദിവ്യ ചക്ഷുസ് വേണം, എനിക്ക് ആരാധിക്കാൻ അവിടെ ദേവതയുണ്ട്. എനിക്ക് ഭാവി അറിയണം, അതിനും ദേവതയുണ്ട്. ഇങ്ങനെ 33 കോടി ദേവതകൾ എനിക്കുണ്ട്. ഞാൻ യുദ്ധം ചെയ്യുന്ന ക്ഷത്രിയനാണ്, എനിക്ക് കാളിയെ ഭജിക്കാം. യുദ്ധത്തിൽ എനിക്ക് ജയിക്കണം, തീർച്ചയായും കാളി ഭജനം നടത്താം. എനിക്ക് ശത്രു നിഗ്രഹം നടത്തണം. ശത്രുവിനെ പോയി വെട്ടണമെന്നല്ല കേട്ടോ, ശത്രുഭാവത്തെ നിഗ്രഹിക്കണം. കൊടുങ്ങല്ലൂർ അമ്മയുണ്ട് നമുക്ക്, അല്ലേ? അവിടെ പോയി നമ്മൾ ഏത് പുഷ്പാഞ്ജലി കഴിക്കും? ശത്രു സംഹാര പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കും, അല്ലേ? എന്തിനാ? ശത്രുഭാവം നമ്മുടെ ഉള്ളിലും മറ്റുള്ളവരിലും ഇല്ലാതിരിക്കാൻ ശത്രു സംഹാര പുഷ്പാഞ്ജലി കഴിക്കാം. വഴിപാടുകൾക്ക് പ്രാധാന്യമുണ്ട്. ഇന്ന കാര്യത്തിന് ഇന്ന വഴിപാട്,
അപ്പോൾ പ്രാർത്ഥന വേണോ? അതിനും ഒരു ഉദാഹരണം പറയാം. മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കണില്ല. പല സ്ഥലങ്ങളിൽ പറഞ്ഞതുകൊണ്ട് എവിടെ ഏതാ പറഞ്ഞതെന്ന് എനിക്ക് ധാരണയില്ല. ചിലപ്പോൾ കേട്ട് കാണും. ഒരിക്കൽ ക്ഷേത്ര ദർശനം നടത്താൻ ഒരു കൃഷിക്കാരൻ വരിക. കൃഷിക്കാരൻ പ്രാർത്ഥിച്ചു, ഭഗവാനെ, മഴ പെയ്യാറായി, ഞാൻ വിത്ത് വിതച്ചിട്ടുണ്ട്. ഇത് മുളച്ചു കഴിഞ്ഞാൽ, മഴ പെയ്തു കഴിഞ്ഞാൽ മുള പൊട്ടില്ല. ഈ വർഷം ഞാൻ എവിടെ നിന്നൊക്കെയോ കടം വാങ്ങി ആണ് കൃഷി ചെയ്തേക്കണത്. ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. ഇത് വിറ്റ് കിട്ടിയ കാശ് കൊണ്ട് വേണം കടം വീട്ടാനും എൻ്റെ ഗൃഹം പുലരാനും. ഒരു 100 രൂപ നടക്കി വച്ചിട്ട് പ്രാർത്ഥിച്ചു, ഭഗവാനെ കനിയണേ, ചതിക്കരുത്. ഭഗവാൻ, നമ്മുടെ ഭഗവാൻ ഇവിടെ കേട്ടോ പുഞ്ചിരിയോടെ നോക്കി. സന്തോഷം അയാൾക്ക്. ഫലം ഉണ്ടാവും. തൊട്ടു പിന്നാലെ വന്നൊരു കൊടക്കടക്കാരനാണ്, കൊട ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. അവനെന്ത് പ്രാർത്ഥിക്കും? ഭഗവാനെ, മഴ പെയ്തേക്കണം കേട്ടോ, നല്ലോണം ഇപ്രാവശ്യം കാലവർഷം പ്രവചിച്ച ആളുടെ പോലെ തന്നെ പെയ്യണേ, എങ്കിലെനിക്ക് കൂടുതൽ കച്ചവടം നടക്കും. കുട കൂടുതൽ വിറ്റുപോയാൽ എൻ്റെ കുടുംബം പുലരുകയുള്ളൂ. അദ്ദേഹം വെച്ച 500 നോട്ടാണ്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? 100 വേണോ 500 വേണോ? 100 വേണമല്ലേ? നമുക്ക് 500 മതി. ആണോ? അല്ല, 100 പാവം കൃഷിക്കാരനല്ലേ, ചെയ്തേക്കാം. നമ്മളാ ശ്രീലകത്തിരിക്കണം കേട്ടോ. എന്ത് ചെയ്യും? എന്താ ചെയ്യുക? ആർക്കനുഗ്രഹം കൊടുക്കും? നമുക്കൊക്കെ തോന്നുന്നു കൃഷിക്കാരൻ നല്ലവനാ. നമ്മളൊരു ധാരണയുണ്ടല്ലേ. കാരണം കൃഷിക്കാരനാണ് ഒരു നാടിൻ്റെ നട്ടെല്ല്. അത് ശരിയാണ്. കൃഷിക്കാരന് വേണ്ടി തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ചെയ്യോ? നമ്മൾ ബിസിനസ്സാണ് നടത്തണമെന്ന് വെച്ചാലോ, നമ്മളപ്പോൾ കൊടക്കാരന് തന്നെ ബിസിനസ് കൊടുക്കും അല്ലേ? അപ്പം എന്ത് വേണം? ആർക്ക് കൊടുക്കും? കൺഫ്യൂഷനായില്ലേ? കൃഷിക്കാരന് കൊടുത്തേക്കാം. എല്ലാത്തിനും തലയാട്ടോ. 2 വോട്ട് ചെയ്യോ സാധോ? ശരി, കൃഷിക്കാരനാണ് നമ്മൾ അനുഗ്രഹം കൊടുത്തത്, ആണോ? എന്നാൽ ബിസിനസ്സുകാരന് കൊടുത്താലോ? അപ്പോൾ തലയാട്ടോ? വേണ്ട. ആകെ സംശയമായില്ലേ? ഇങ്ങനെയാണ് പല കാര്യങ്ങളിലും. അകത്തിരിക്കുന്ന ശ്രീലകത്തിരിക്കുന്ന ആൾക്ക് നമ്മൾ വല്ല കൺഫ്യൂഷൻ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഭഗവാനെ, എനിക്ക് ചേർന്നത് തന്നെ നൽകണേ എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊന്നും പറയാതെ നമുക്ക് വെറുതെ കൈകൂപ്പി നിൽക്കാം, സാത്വിക ഭാവത്തിൽ നിൽക്കാം. ഭഗവാന്റെ ഫ്രീക്വൻസിയുമായി നമ്മൾ ചേർന്നാൽ ആ നിമിഷം നമ്മളുടെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടും, സാധ്യമാകും. യാതൊരു സംശയമില്ല. അതെങ്ങനെയാണ് ഭഗവാന്റെ ഫ്രീക്വൻസിയുടെ എനർജിയായിട്ട് നമ്മൾ കോയിൻസൈഡ് ചെയ്ത് പോവുക? നിത്യദർശനം. ഒരാഗ്രഹവും പറയേണ്ട കാര്യമില്ല. നിത്യദർശനം നമ്മുടെ ഓറയിൽ നമുക്ക് ചുറ്റും നിത്യദർശനത്തിൻ്റെ എന്നും നമ്മൾ നാമജപം ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജപം പിന്നീട് അജപമായി മാറും. അതെങ്ങനെ അജപമായി മാറുക? 24 മണിക്കൂറും നാരായണ 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 എന്ന് പറഞ്ഞ ഉറക്കത്തിൽ പോലും നമ്മൾ നാരായണ നാരായണ നാരായണ. ഇത് നമ്മുടെ ആധാരചക്രങ്ങളിൽ കാണാൻ കഴിയും. അങ്ങനെ ക്രമേണ അതിൽ ലയിച്ചു ചേർന്ന് നാം അറിയാതെ തന്നെ അത് സഹസ്രാര പത്മത്തിലേക്ക് നമ്മുടെ കുണ്ടലിനി ശക്തി ചെന്നു ചേരും. സാധാരണയായി ഹൃദയചക്രം നമുക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എല്ലാവരോടും സ്നേഹം വരും. എല്ലാവരെയും നമ്മൾ സ്നേഹിച്ച് എങ്ങനെ ഉണ്ടാവും? അങ്ങോട്ട് കൊടുത്തല്ലേ ഇങ്ങോട്ട് കിട്ടൂ. സ്വാഭാവികമായും എല്ലാവരും നമ്മെ സ്നേഹിക്കും. പിന്നെ നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ആവില്ലേ? നമ്മൾ പറയുന്ന വാക്ക്, ഭഗവാൻ നാരായണനൊരു പ്രത്യേകതയുണ്ട്. ഭക്തരുടെ വാക്കിനെ സത്യമാക്കുക എന്നാണ് ഭഗവാന്റെ ഏറ്റവും പ്രഥമ ഉദ്ദേശം. നമ്മൾ ഭഗവാന്റെ ഭക്തനാണെങ്കിൽ ഭക്തിയോഗത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഭഗവാൻ നാരായണൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ കാര്യം സത്യമാക്കാൻ ഭഗവാൻ അസത്യം ചിലപ്പോൾ ചെയ്തെന്ന് വരും. എന്നാൽ പോലും ഭക്തൻ്റെ വാക്കുകളിൽ സത്യം നിറയ്ക്കും. നമ്മൾ തെറ്റു പറഞ്ഞാൽ പോലും അതാക്കി മാറ്റും ഭഗവാൻ. അത്രമാത്രം ഭക്തനെ അനുഗ്രഹിക്കാൻ നിൽക്കുന്ന ഭഗവാനാണ് നാരായണൻ. അപ്പോൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ക്ഷേത്രം മതിൽക്കെട്ടിനകത്ത് ആരെ കണ്ടാലും, ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്ത ശത്രുവായിരിക്കും, ആണെങ്കിൽ പോലും ആ വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ ഭഗവാൻ ദേവത ഏതാണോ, ശ്രീലകത്തുള്ള ദേവത ആരാണോ അതേ രൂപം നമ്മൾ അവരിൽ ദർശിക്കണം. അങ്ങനെ നമുക്ക് ദർശിക്കാൻ കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഭക്തന് ദർശിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഫ്രീക്വൻസിയും ഭഗവാന്റെ ഫ്രീക്വൻസിയും ഒരേ ലെവലിലെത്തും. മാത്രമല്ല, ക്ഷേത്രത്തിൽ നമുക്ക് കാണുന്ന എല്ലാ ആരാധനാ സമ്പ്രദായങ്ങളും അവിടെ ചെല്ലുന്ന ഭക്തൻ്റെ
ഭക്തനാവണമെന്നില്ല, ഞാൻ എടുത്തു പറയാം. അവിടെ കടന്നു ചെല്ലുന്ന ആരുടെയും ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനുള്ളതാണ് അവിടെ ലഭിക്കുന്ന അവിൽ നിവേദ്യം. രാവിലെ ആദ്യം എന്താ നിവേദിക്കുക? ആദ്യം എന്താ നിവേദിക്കുക? ക്ഷേത്രത്തിൽ തൃമധുരല്ലേ? തൃമധുരം നിവേദിക്കും. തൃമധുരം കഴിച്ചാൽ എന്താ ഗുണമെന്നറിയോ? ഏറ്റവും നല്ല ബ്രെയിൻ ഫുഡാണ് അത്. സംസാരിക്കാൻ വൈകുന്ന കുട്ടികൾക്ക് തൃമധുരം കൊടുത്താൽ മതി. നിത്യേന തൃമധുരം ക്ഷേത്രത്തിൽ വന്ന് കഴിച്ചാൽ സംസാരശേഷി കുറഞ്ഞ കുട്ടികൾക്ക്, 2 വയസ്സായിട്ട് എൻ്റെ കുട്ടി സംസാരിക്കണില്ല, സ്പീച്ച് തെറാപ്പിക്ക് കൊണ്ടുപോവാ, അതൊക്കെ കൊണ്ടുപോയിക്കോളൂ, കുഴപ്പമില്ല. തൃമധുരം കൊടുത്താൽ ആ കുട്ടി എളുപ്പത്തിൽ സംസാരിക്കും. ചെറിയ ചെറിയ ബ്രെയിൻ ഡിസോർഡർ ഉള്ള കുട്ടികൾക്ക്, ഇപ്പം ജനിക്കുന്ന കുട്ടികളൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള ബ്രെയിൻ ഡിസോർഡർ ഉള്ള കുട്ടികളാണ്. മിക്കവാറും ഒരു 70% അങ്ങനെയാണ് കാണുന്നത്. അവർക്കൊക്കെ തൃമധുരം കൊടുക്കാം. പിന്നെ അടുത്തെന്താ? അവിൽ നിവേദ്യം, മലർ നിവേദ്യം. അവിലും മലരും ഏറ്റവും നല്ല ബ്രെയിൻ ഫുഡാണ്. മസിൽ ഡെവലപ്മെൻറ്റ് ഏറ്റവും നല്ലതാണ് അവിൽ. അപ്പം ക്ഷേത്രത്തിൽ വന്ന് അവിൽ നിവേദ്യം കഴിച്ചാൽ, ആർക്കാ അവിൽ നിവേദ്യം ഏറ്റവും ഇഷ്ടമുള്ളത്? ഹനുമാന് അല്ലേ? അവിൽ വാരി കഴിക്കാൻ ഹനുമാൻ, കൃഷ്ണനും. അപ്പം ബുദ്ധിക്കും ശക്തിക്കും ഒരുപോലെ പ്രധാനമാണ് അവിൽ. നമുക്ക് ക്ഷേത്രത്തിൽ ലഭിക്കുന്ന പാൽപ്പായസവും ഭഗവാൻ കൃഷ്ണൻ കഴിക്കുന്ന നിവേദ്യം സ്ഥിരമായി കഴിച്ചെന്തുണ്ടാവും? അപ്പം പറയും ഞങ്ങൾക്ക് ഷുഗർ വരുന്നു. ഒരിക്കലും ഇല്ല കേട്ടോ. കൃഷ്ണൻ്റെ പായസം കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ പണ്ടുള്ളവർക്കൊന്നും വന്നിരുന്നില്ല. അമ്പലത്തിൽ പ്രദക്ഷിണം വെക്കണം. ചുമ്മാ നേരെ പോയി ഓടിച്ചെന്ന് പായസം കഴിച്ച് ഓടിപ്പോന്നാൽ ചിലപ്പോൾ ഷുഗറൊക്കെ വന്നു വരും. ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മുടെ പഞ്ചകോശങ്ങൾക്ക് ശുദ്ധി വരുന്നുണ്ട്. എന്തൊക്കെയാണ് പഞ്ചകോശം? ഈ പറഞ്ഞ സൂക്ഷ്മ ശരീരത്തിലുള്ള പഞ്ചകോശങ്ങൾക്ക്, അന്നമയ, പ്രാണമയ, മനോമയ, വിജ്ഞാനമയ, ആനന്ദമയ കോശങ്ങൾക്ക് ഉത്തേജനം ലഭിക്കും. എന്താ അന്നമയ കോശം? സ്ഥൂല ശരീരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാല്ലേ? അതാണ് അന്നം കൊണ്ട് പോഷിപ്പിക്കുന്നതായ ശരീരം, അതാണ് അന്നമയ കോശം. അപ്പം നമ്മൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ആചാരങ്ങൾ പാലിക്കണമെന്ന് നിർബന്ധമില്ലെങ്കിലും പുറത്ത് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ അന്നമയ കോശത്തിന് ഏറ്റവും മതിൽക്ക് പുറത്ത് പ്രദക്ഷിണം വേണം എന്നാണ് പറയണേ. ഇപ്പം ആരും ചെയ്യില്ല അല്ലേ? അന്നമയ കോശത്തിന്. അങ്ങനെ പഞ്ചകോശങ്ങൾക്കും ഓരോ പ്രദക്ഷിണം വച്ച് ഏറ്റവും അവസാനമാണ് നമ്മൾ ചുറ്റമ്പലത്തിനകത്ത് പ്രദക്ഷിണം വെക്കേണ്ടത്. ഇപ്പൊക്കെ എല്ലാവരും തലതിരിഞ്ഞാൽ ചെയ്യുക. എല്ലാവരും നേരെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറും അല്ലേ? അത് കഴിഞ്ഞിട്ട് പുറത്ത് പ്രദക്ഷിണം. അതല്ല രീതി. ചുറ്റും വലം വച്ചു കുറ്റങ്ങൾ കൂടാതെ ചുറ്റിനകത്തു കടന്നു മെല്ലെ. പഴയ കാലത്ത് നാമത്തിൽ അതുണ്ട്. നാമജപം, സന്ധ്യാനാമജപത്തിൽ ഭഗവാൻ കൃഷ്ണൻ്റെ, ഗുരുവായൂരപ്പൻ്റെ നാമജപത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പം ചുറ്റും വലം വയ്ക്കുമ്പോൾ കുറ്റങ്ങളില്ലാതാവും. എന്ത് കുറ്റങ്ങൾ? ആമയങ്ങൾ തീരും. നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന പ്രാരാബ്ധ കർമ്മങ്ങൾ, എന്തൊക്കെയോ നമ്മൾ കഴിഞ്ഞ ജന്മം എന്തൊക്കെയോ മോശമായിട്ട് ചെയ്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കാതെ നമ്മൾ വിട്ടുപോണ്ടേ? അതിന് ഏറ്റവും നല്ല മരുന്നാണ് പ്രദക്ഷിണം. ഇത്ര പ്രദക്ഷിണം വെച്ചാൽ ഇന്ന ഫലം. ഓരോ ക്ഷേത്രങ്ങളിൽ എഴുതി വെച്ചേക്കണം കാണാം. ഇത്ര പ്രദക്ഷിണം വെച്ചാൽ ഇന്ന ഫലം, ഇന്ന വഴിപാട് കഴിച്ചാൽ ഇന്ന ഫലം ഉണ്ട് കേട്ടോ, ഒരു സംശയമില്ല. അപ്പോൾ പ്രദക്ഷിണം പുറത്ത് വയ്ക്കുക. എന്നിട്ട് കുറ്റങ്ങളെല്ലാം തീർന്ന് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. അപ്പം നമ്മൾ ആദ്യം ആരെ കാണും? മൂലയ്ക്ക് ഒരാളിരിക്കുന്നുണ്ടാവില്ലേ? കന്നിമൂലയ്ക്ക് ആരാ? ഗണപതി ഇരിക്കുന്നുണ്ടാവും. ഗണപതിയെ നമ്മൾ എന്ത് ചെയ്യും? തൊഴുതു പോരുമോ? ഗണപതിക്ക് നമ്മൾ ഏത്തടും. എന്തിനാ ഏത്തടണേ? ഏത്തടും നമ്മുടെ 72,000 നാഡികൾക്ക് ശക്തി ലഭിക്കാനാ. ഏത്തമിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ കോശങ്ങളിലേക്കും ശരിയായ രക്തപ്രവാഹം ഉണ്ടാവും. ഓരോ സെല്ലുകളിലേക്കും ശരിയായി രക്തം ചെല്ലുമ്പോൾ ഓക്സിജനാ കൂടെ ചെല്ലും. ഓക്സിജൻ ആരാ? സാക്ഷാൽ ലക്ഷ്മി ദേവിയാണ്. ഈ ലക്ഷ്മി ദേവി ഓരോ കോശങ്ങളിലേക്കും, കാരണം ഓക്സിജൻ ഇല്ലെങ്കിൽ ജീവവായു, അതില്ലെങ്കിൽ എന്തുണ്ടാവും? അവിടെ വീണു അല്ലേ? അപ്പം ഇത് നന്നായി പ്രവഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവും. ശാരീരികവും മാനസികവുമായ ആരോഗ്യം നമുക്കുണ്ടാവും. അപ്പം തന്നെ അവിടെ ബോധതലം ഉയരും, ശരിയായി ചിന്തകൾ ശരിയാകും. ഇത് ശരിയായി കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രധാന ദേവതയെ തൊഴുന്നത്. ഉപദേവതകളെ ഉള്ളിൽ തൊഴുത് പ്രധാന ദേവതയെ നമ്മൾ തൊഴും അല്ലേ? കൈകൂപ്പി അഞ്ജലി കൂപ്പി നിൽക്കണം എന്നാ പറയാ. ഇതൊരു മുദ്രയാണ്, അഞ്ജലി മുദ്ര. ഈ മുദ്ര പിടിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പഞ്ച ഇന്ദ്രിയങ്ങളെ പ്രതിദാനം ചെയ്യുന്ന ഈ വിരലുകൾ ചേർത്ത് പിടിച്ച് അതിലൊരു ഊർജ്ജപ്രവാഹം ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെയൊന്നും തൊഴുതാൽ മുഴുവൻ ഫലം കിട്ടില്ല. ഇങ്ങനെ തന്നെ നിൽക്കണം.
നമ്മൾ ഗൃഹസ്ഥാശ്രമികൾ പ്രത്യേകിച്ചും ഇങ്ങനെ നിൽക്കണം. നമ്മൾ യോഗീവര്യന്മാരല്ലാതെ കൊണ്ട് ഇങ്ങനെ തന്നെ നിൽക്കാം. ഇങ്ങനെ നിന്ന് ഭഗവാന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം, ഭക്തിയില്ലെങ്കിലും അവിടെ ആ ചിട്ടവട്ടങ്ങളെല്ലാം വെളിച്ചമെല്ലാം തെളിഞ്ഞ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് സുഖം ലഭിക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങൾക്ക്, കണ്ണുകൾക്ക് സുഖം. ആ ദീപനാളങ്ങൾ, വാസന എവിടെ നിന്നാണ് കിട്ടുന്നത്? ധൂപം അല്ലേ, ചന്ദനത്തിരിയുടെ സുഗന്ധം, കർപ്പൂരത്തിൻ്റെ സുഗന്ധം, അങ്ങനെ ഓരോ അവയവങ്ങളും നാക്കിന് ലഭിക്കുന്നുണ്ട് അല്ലേ, നാമജപത്തിലൂടെ ത്വക്കിന് ലഭിക്കുന്നുണ്ട്, സ്പർശനത്തിലൂടെ തീർത്ഥം നമ്മൾ തളിക്കുന്നു. ഇങ്ങനെ ചന്ദനം, കുങ്കുമം ആദിയായ ഭസ്മം ധരിക്കുന്നു, ത്വക്കിന് ലഭിക്കുന്നു. നാക്കിന് പ്രസാദങ്ങൾ, പായസം മുതലായ പ്രസാദങ്ങൾ, വെണ്ണ, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുമ്പോൾ പൂർണ്ണമായൊരു ആനന്ദം നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട്. അതിന് വിശ്വാസം നിർബന്ധമല്ല. വിശ്വാസത്തോടെ പോയാൽ ഫലം ഇരട്ടിയാണ് അല്ലേ. പരീക്ഷയ്ക്ക് പഠിക്കുന്ന വിദ്യാർത്ഥി അർത്ഥം മനസ്സിലാക്കി പഠിച്ചാലോ ഒറ്റ പ്രാവശ്യം വായിച്ചാൽ മതിയില്ലേ, മനസ്സിൽ റിവിഷൻ ആവശ്യം വരില്ല. എന്ന പോലെ വിശ്വാസത്തോടെ ഭക്തിയോടെ ഭഗവാനെ ഈ വിധത്തിൽ ഒരാൾ ഉപാസിച്ചാൽ, ഉപാസന തന്നെയാണ് അത്. രാവിലെ എഴുന്നേറ്റു സൂര്യോദയത്തിന് മുമ്പ് തന്നെ എണീക്കാൻ പറഞ്ഞു, നടന്നു പോവാൻ പറഞ്ഞു. അതുകൊണ്ട് ക്ഷേത്രത്തിനടുത്തായിരിക്കണം താമസം. നടന്നു പോയി അവിടെ ചെന്ന് തൊഴുത് തിരിച്ചു വരുമ്പോൾ ഈ ആനന്ദം മതിൽക്കെട്ടിനകത്ത് മാത്രം മതിയോ? ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ക്രമേണ ദിവസേന നിത്യദർശനം ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷം 7 ദിവസത്തിലൊരിക്കൽ നിർബന്ധമായും ക്ഷേത്ര ദർശനം നടത്തണം. അങ്ങനെ നമ്മൾ പ്രദക്ഷിണം വെച്ച് തൊഴുത് വന്നു കഴിഞ്ഞാൽ കാലക്രമേണ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് എല്ലാവരും ഈശ്വരഭാവത്തിൽ അല്ലെങ്കിൽ ആ ദേവതാഭാവത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നു. ക്രമേണ ജീവിതത്തിൽ ആരെയെല്ലാം കണ്ടുമുട്ടുന്നുവോ അവരെയെല്ലാം ആ ദേവതയായി കാണാൻ നമുക്ക് സാധ്യമാകും. പിന്നെ നമുക്ക് പരമാനന്ദമാണ്. ആ അന്നമയ കോശത്തിൽ നിന്നും മനോമയ കോശം, പ്രാണമയ കോശം, വിജ്ഞാനമയ കോശം വരെ എത്തി നിന്ന ആ മനുഷ്യൻ്റെ അവസ്ഥ ഏറ്റവും സാത്വികതയിലേക്ക്, ആനന്ദമയ കോശത്തിലേക്ക് എളുപ്പം എത്തിച്ചേരാൻ സാധ്യമായ മാർഗമാണ് ക്ഷേത്ര ദർശനം. ആ രൂപത്തിലാണ് ക്ഷേത്രം എന്ന കെട്ടിടം. ക്ഷേത്രം എന്നാൽ ഭഗവാന്റെ ആ ദേവതയുടെ ശരീരമാണ് നമ്മുടെ ഈ ക്ഷേത്രം. ഈ ശരീരത്തെ പോഷിപ്പിക്കാനായി, പുഷ്ടിപ്പെടുത്താനായി, ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ ഇല്ലാതാക്കി ശരീര മാനസിക പോഷണത്തിനായാണ് ആ ക്ഷേത്ര ശരീരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പം പ്രവേശിക്കേണ്ടതിൻ്റെ ആ ചിട്ട കറക്റ്റായി ചെയ്താൽ ഫലം 100%. എന്നാൽ അത് ചെയ്യാതിരുന്നാലോ ദോഷം എന്ന് പറഞ്ഞ് ഭയപ്പെടാതെ ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പൊതു ആരാധനാ സമ്പ്രദായങ്ങൾ നമുക്കറിയാമല്ലേ. അപ്രദക്ഷിണം വയ്ക്കാൻ പാടില്ല, പ്രദക്ഷിണം തന്നെ വെക്കണം, ക്ലോക്ക് വൈസിൽ പ്രദക്ഷിണം വെക്കണം ഒക്കെ നമുക്കറിയാം. ഇപ്പം നമുക്കറിയാം പുറത്ത് പ്രദക്ഷിണം ചെയ്തിട്ട് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. അപ്പോൾ ഏത് ദേവതയാണോ നമുക്ക് ആരാധിക്കേണ്ടത് നമ്മുടെ ഇഷ്ടം അല്ലേ. പക്ഷേ നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രം ഏതാണോ ആ ക്ഷേത്രത്തിന് നമ്മൾ എന്താ പറയുക, ഒരു പേരുണ്ടല്ലോ, തട്ടകം അല്ലേ. തട്ടകത്തിലുള്ള ഭഗവാൻ ദേവതയെ തൊഴുത് നമസ്കരിക്കണം നിർബന്ധമായും. അതിനുശേഷം മാത്രമേ നമ്മൾ അകലെയുള്ള പ്രധാന ക്ഷേത്രങ്ങളിലേക്ക് പോകേണ്ടതുള്ളൂ. കാരണം നമ്മളുമായി ഈ തട്ടകത്തെ ദേവതയ്ക്ക് ഒരു ആത്മബന്ധം, എനർജി ഉണ്ട്. ഉത്സവകാലങ്ങളിൽ അതാണ് നടക്കണേ. വർഷത്തിലൊരിക്കലാണ് ഉത്സവം അല്ലേ. ഈ ഉത്സവം നടക്കുമ്പോൾ ധ്വജാരോഹണം കഴിഞ്ഞാൽ അവിടെ എനർജി അവിടെ പൂജകൾ പിന്നെ വ്യത്യാസമുണ്ട്. ദിവസേന ചെയ്യുന്ന പൂജകൾ കൂടാതെ വിശേഷ പൂജകൾ നടത്തുന്നു. അതനുസരിച്ച് ദേവതയുടെ ശക്തി, ഈ പറഞ്ഞ എനർജി, ദിവ്യമായ ആ പ്രാപഞ്ചിക ശക്തി കൂടുതൽ ബൂസ്റ്റ് ചെയ്യപ്പെട്ട് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കും. അപ്പോൾ പള്ളിവേട്ട ദിവസം എന്തുണ്ടാവും, മതിൽക്കകത്ത് ഒതുങ്ങി നിന്നിരുന്ന ആ എനർജി, ആ ദിവ്യശക്തി, പ്രാപഞ്ചിക ഊർജം, ആ പോസിറ്റീവ് എനർജി മതിൽക്ക് പുറത്തേക്കും പ്രവഹിക്കും. അതിനാണ് പള്ളിവേട്ട. ആ ഗ്രാമം മുഴുവൻ ആ ദേവതയുടെ അധികാരപരിധി എന്ന് നമ്മൾ പറയാം. എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലിൽ റേഞ്ച്, ആ ടവറിൻ്റെ റേഞ്ച്, അങ്ങനെ പറഞ്ഞാൽ കുട്ടികൾക്ക് എളുപ്പം മനസ്സിലാവും. റേഞ്ച് കിട്ടുന്ന ഭാഗം, അത് കഴിഞ്ഞാൽ റേഞ്ച് ഇല്ല അല്ലേ. അതുപോലെ ഓരോ ദേവതയ്ക്കും ആ എനർജി റേഞ്ചുള്ള ഏരിയയുണ്ട്. ആ ഗ്രാമത്തിൽ, ആ ഗ്രാമദേവതയ്ക്ക് ആ ഗ്രാമത്തിൽ മുഴുവൻ ആ ഭഗവാന്റെ ചൈതന്യം, എനർജി ചുറ്റും നിറയും. അതുകൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ മുത്തശ്ശിമാർ പറയുമായിരുന്നു, എന്ത്, കൊടി കയറിയാൽ പിന്നെ ദേശം വിട്ടു പോകരുത്. അപ്പം പിന്നെ ഞാൻ പോകും, അതിനിപ്പം എന്താ കുഴപ്പം,
ഈ കുഴപ്പം പറഞ്ഞു കൊടുക്കാൻ നമുക്കറിയില്ല. അപ്പം നമ്മൾ പറയും ദോഷ. അപ്പോൾ കുട്ടികൾ എന്താ ചിന്തിക്കുക? പുതിയ തലമുറ ഈ ഹിന്ദുവായിട്ടിരുന്നാലല്ലേ ദോഷമുള്ളൂ, മറ്റ് സമുദായക്കാർക്കും ദോഷം ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടൊന്നും അങ്ങോട്ട് മാറിക്കളയാം, ഒരു കളങ്ങോട്ട് ചാടാം. അങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ യുക്തിയുക്തമായ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുമ്പോൾ യുക്തിയുക്തമായ ഉത്തരം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ യുക്തിയുക്തമായ ഉത്തരം എന്ന് അവർക്ക് തോന്നുന്ന ഉത്തരത്തിലേക്ക് അവർ പ്രവേശിക്കും. പിന്നെ അവർ തലയിൽ തുണിയൊക്കെ ഇട്ട് നടക്കാൻ തുടങ്ങും. ഇതാണ് നമ്മൾ ഹിന്ദുക്കൾക്ക് സംഭവിക്കുന്നത്. അപ്പോൾ കുട്ടികൾ ചോദിക്കും, നമ്മുടെ ദേവതയൊക്കെ ഒരുപാട് ആയുധങ്ങൾ, അവരെന്താ രൗദ്രഭാവമല്ലേ ഉള്ളത്, അവരെന്താ ടെററിസ്റ്റുകൾ? ഒരു കുട്ടി ചോദിച്ചാൽ ടെററിസ്റ്റുകളാണോ നമ്മുടെ ദൈവങ്ങൾ? അങ്ങനെ ചോദിക്കും. അതെ, ടെററിസ്റ്റുകളാണോ? നമ്മുടെ കുട്ടികൾ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? നമുക്കും കൂടെ സംശയവും. ഈ കുട്ടികൾ നമ്മളെയും കൂടെ കൺഫ്യൂഷൻ അടിപ്പിക്കുമല്ലോ. നമ്മളൊരു നിമിഷം ചിന്തിക്കും, ശരിയാണല്ലോ, എന്തൊക്കെ ആയുധങ്ങളാ, വാളും ഗതയൊക്കെ പിടിച്ചുള്ള ചക്രം വരെ പിടിച്ച് തലയിറക്കാനേ. ചിന്തിച്ചു പോകില്ലേ നമ്മൾ സ്വാഭാവികമായിട്ടും. പക്ഷെ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കില്ല. ഉണ്ണിക്കണ്ണനില്ലേ, ഉണ്ണിക്കണ്ണൻ്റെ കയ്യിൽ എന്താണുള്ള ആയുധം? ഒരു ഉടക്കുള്ള ഇത്തിരി വെണ്ണയാണ്. അത് നമ്മുടെ മനസ്സിൽ ഓടില്ല. കുട്ടികളുടെ ചോദ്യം കേൾക്കുമ്പോൾ നമ്മളും കൺഫ്യൂഷനാവും. അപ്പം പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പം പറയണം, നേരത്തെ പറഞ്ഞ പോലെ ക്ഷാത്രവീര്യം നമുക്ക് ആവശ്യം. നമ്മളൊക്കെ ഭാരതത്തിലുള്ളവരെല്ലാം വീരപുരുഷന്മാരാണ്. വീരാരാധനാ സമ്പ്രദായം നിലനിൽക്കുന്നതാണ് നമ്മുടെ ഭാരതത്തിലുള്ളവർ. ആരാ വീരൻ? തോന്നുന്ന പോലെ ചെയ്യുന്നവരാണോ വീരന്മാർ? ശരിയായ കാര്യങ്ങൾ പശുത്വമില്ലാത്തവർ എന്ന് പറയാം. അത് എളുപ്പം പറഞ്ഞാൽ മതി. എന്താ പശുത്വം? പശു എങ്ങനെയാണ്? ഒരു കൂട്ടം പശു ഉണ്ടെങ്കിൽ ഒരു പശുവിനെ ആരെങ്കിലും വന്ന് ഉപദ്രവിച്ചാൽ പശുക്കൾ എന്ത് ചെയ്യും? ഓടിപ്പോവില്ലേ? ഒരു പശു വന്ന് മറ്റേ പശുവിനെ രക്ഷിക്കാമെന്ന് വരും. കൂട്ടായ്മയില്ല. ആ പശുത്വം നമുക്ക് വേണ്ട. നമുക്കൊരു കൂട്ടായ്മ വേണം. എന്ത്? നമ്മളിൽ ഒരാളെ ഉപദ്രവിക്കാൻ വന്നാൽ കൂട്ടത്തോടെ ആ ഉപദ്രവത്തെ തടുക്കാനെങ്കിലും നമുക്ക് ആയുധം ആവശ്യമാണ്. അതിനാണ് നമുക്ക് ആയുധം. അല്ലാതെ സ്നേഹം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റുമോ? ചില അവസരങ്ങളിൽ സ്നേഹം വേണം, ക്ഷമ വേണം, ബഹുമാനം വേണം. എന്നാൽ നമ്മെ ആക്രമിക്കാൻ വന്നാൽ, നേരത്തെ പറഞ്ഞ അധർമ്മം വന്നാൽ ധർമ്മം പാലിക്കാനെങ്കിലും നമ്മൾ ആയുധം എടുക്കേണ്ട അവസരങ്ങൾ വരാറുണ്ട്. ഭാരതീയ സംസ്കാരത്തിൽ അതിനും പ്രാധാന്യമുണ്ട്. വേദങ്ങളിൽ അതിനെക്കുറിച്ചും പരാമർശമുണ്ട്. ഏതൊക്കെ ആയുധങ്ങൾ പ്രയോഗിക്കണം, എങ്ങനെ പ്രയോഗിക്കണം, ഇതുവരെ നമ്മുടെ ഹൈന്ദവ പുരാണങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പറയാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ദോഷം അതൊന്നും ചോദിക്കാൻ പാടില്ല എന്നാ പറയാം. അപ്പോൾ സ്നേഹവും മറ്റു സമുദായങ്ങളിൽ സ്നേഹഗായകനാണ് വന്നത്, അങ്ങനെയൊക്കെ അവർ പറയും. കുട്ടികൾക്ക് കൺഫ്യൂഷൻ മൈൻഡ് ഉണ്ടാക്കാൻ ഇന്നത്തെ കാലത്തല്ല, പണ്ടുണ്ട് കേട്ടോ. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ മറ്റു സമുദായത്തിലൊരു വിദ്യാലയത്തിലാണ് പഠിച്ചത്. പക്ഷേ എൻ്റെ അമ്മയുടെ പുണ്യം എന്തോ ദിവസേന അതാണ് കുട്ടികളെ ചെറുപ്പകാലങ്ങളിലെ ക്ഷേത്ര ദർശനത്തിന് നിർബന്ധമായും കൊണ്ടുപോകണം. അന്ന് അവർ നമ്മൾ പറഞ്ഞനുസരിക്കും കേട്ടോ. ഒരു 12-13 വയസ്സ് വരെ, മാക്സിമം 15 വയസ്സ് വരെ നമ്മുടെ കുട്ടികൾ നമ്മളെന്ത് പറഞ്ഞാലും, വീട്ടിലൊരാൾ വന്നാൽ എന്ത് ചെയ്യും? മോനെ ടാറ്റ കൊടുക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യും? ടാറ്റ അമ്മ പറഞ്ഞു അല്ലേ, ടാറ്റ കൊടുക്കും. 16 വയസ്സുള്ള കുട്ടിയോട് മോനെ ടാറ്റ കൊടുക്കതേ അമ്മായി വന്നു, എവിടെ? മോന് ഉള്ളിലേക്ക് പോകും. ഇല്ല എന്ന് പോലും പറയില്ല. ഒരക്ഷരം മിണ്ടാതെ നമ്മൾ പറഞ്ഞനുസരിക്കില്ല അല്ലേ? ചെറുപ്രായത്തിലെ ഭക്തിമാർഗം അവരെ പരിശീലിപ്പിച്ചാൽ ജീവിതത്തിൽ എന്നെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ, ഏതു തരത്തിലെങ്കിലും, സാമ്പത്തികം മാത്രമല്ല വേറെ എത്രയോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അവൻ്റെ മനോമുകുരത്തിൽ ആദ്യം തെളിയാ ദേവതയായിരിക്കും. തീർച്ചയായും സ്വന്തം അമ്മയെപ്പോലെ ആ ദേവത അവനെ കരുതും, ആ ദേവത അവനെ രക്ഷിക്കും. കാരണം നിത്യേന ജപവും ക്ഷേത്ര ദർശനവും 1-2 വർഷമല്ല, 17 വർഷക്കാലം ആ കുട്ടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഉള്ളിൽ ആ ദേവത സുഷുപ്താവസ്ഥയിൽ ഉണ്ടായിരിക്കും. അവനൊരാവശ്യം വരുന്ന സമയത്ത് നേരായ മാർഗനിർദ്ദേശം നൽകാൻ ആ ദേവത അവനുണ്ടാവും. അതുകൊണ്ട് നിർബന്ധമായും നമ്മുടെ കുഞ്ഞുങ്ങളെ ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. അങ്ങനെ നമ്മൾ ചെറുതിലേ ചെയ്താൽ ഇന്ന് ഇവിടെ ഹാളിൽ മുഴുവൻ നമ്മുടെ കുട്ടികളുണ്ടായേനെ. അവരുടെ ചോദ്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം. സംശയമുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഇതുപോലുള്ള സെഷനുകൾ, പ്രഭാഷണങ്ങൾക്കിടയിൽ നിങ്ങളത് ചോദിക്കണം, അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാറുള്ളത്. നമ്മുടെ സമയമായിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ.
15 മിനിറ്റ് കൂടിയുണ്ട്. എല്ലാവരും വിശപ്പിൻ്റെ വിളി ഉള്ളിലിരിക്കുന്നുണ്ടാവും, എനിക്കറിയാം. പലപ്പോഴും പ്രഭാഷണത്തിൻ്റെ ഇടയിൽ വിശപ്പിൻ്റെ വിളി താങ്ങാൻ പറ്റാണ്ട് നമ്മുടെ പ്രത്യേകിച്ച് അമ്മമാർക്ക് കുറേ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടാവും വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ ഉള്ളവരാണോ എന്നറിയില്ല, ചിലർക്കൊക്കെ മുഖം വാടാറുണ്ട്. നിങ്ങൾക്കാർക്കും വാടിയതായിട്ട് ഞാൻ കാണാനില്ല. ഈശ്വര സങ്കല്പം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഈശ്വരൻ ആരാണ്, ദേവത ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാം. ഞാനൊരു സംശയത്തിന് ഒരു 10 മിനിറ്റ് സമയം തരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അതിന് സമയം ഉണ്ടായില്ല, ഇത്തിരി സമയം കൂടിപ്പോയി. എന്ത് സംശയം ഞാൻ പറയുന്നില്ല കേട്ടോ. ആധ്യാത്മികമായ സംശയം നിങ്ങൾക്ക് ചോദിക്കാം. കൽക്കി അവതാരത്തിൻ്റെ പ്രാധാന്യം നമ്മൾ നേരത്തെ പറഞ്ഞു. കലികാലത്തിൽ അധർമ്മം പെരുകുമ്പോഴാണ് ഭഗവാൻ നാരായണൻ കൽക്കിയായി അവതരിക്കുക എന്ന് പറയുന്നത്. അതെവിടെയാ, എന്താ എന്നൊക്കെ നമുക്ക് സംശയം ഉണ്ടാവും. സാധാരണയായിട്ട് നമ്മുടെ ഭാരതത്തിൽ പ്രത്യേകിച്ച് അവതാരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെയായിട്ടാണ് നടക്കാറ്? ഉത്തരഭാരതത്തിലല്ലേ. ഉത്തരഭാരതത്തിൽ അവിടെ യഥാർത്ഥ ഹിന്ദുക്കൾ അവിടെയാട്ടോ. നമ്മളെപ്പോലെ ഒന്നല്ല അവർ കാശി ക്ഷേത്രമോ അല്ലെങ്കിൽ ഹിമാലയ ദർശനം, കൈലാസ ദർശനം കഴിഞ്ഞു വന്ന ആളുകളെ കണ്ടാൽ ഞാൻ കൈലാസ ദർശനം നടത്തിയെന്നൊരൊറ്റ വാക്ക് പറയേ വേണ്ടു. ഭഗവാൻ ശിവനെ മുന്നിൽ കണ്ട പോലെ അവർ കാൽക്കൽ വീഴും നമസ്കരിക്കും. അത്രത്തോളം ഭക്തിയുള്ളവരാണ് ഉത്തരഭാരതത്തിലുള്ളവർ. ആ ഭാഗത്ത് തന്നെയാണ് കൽക്കി ഭഗവാൻ അവതരിക്കുക എന്നാണ് ഭവിഷ്യപുരാണത്തിലും വിഷ്ണു പുരാണത്തിലും പറയുന്നത്. രൂപം പറയുന്നത് ഒരു കുതിരപ്പുറത്ത് ഒരു വാളും കൊണ്ടായിരിക്കും നടക്കുക. അപ്പം നമ്മൾ ഒരിക്കലും ഈശ്വര ആളുകളുടെ തല വെട്ടാനാണോ ഈ വാൾ? എല്ലാം പ്രതീകാത്മകമായിട്ടാണ്, സിംബോളിക്കലായിട്ടാണ് നമ്മുടെ ഋഷീശ്വരന്മാർ കഥകളിലൂടെയാണ് നമുക്ക് തത്വം പറഞ്ഞു തന്നിട്ടുള്ളത്. അത് ഏതുപോലെ എന്നൊരു കഥയെ കൂടെ തന്നെ പറയാം. പറഞ്ഞു വരുമ്പോൾ കഥ ആദ്യം മനസ്സിൽ വരിക. ഒരു 3 വയസ്സുള്ള ഒരു കുട്ടി മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ കുട്ടിക്കൊരു അതിശയായിരുന്നു അല്ലേ. 3 വയസ്സുള്ള കുട്ടിക്ക് അത് വലിയ, നമുക്കും അങ്ങനെയായിരുന്നു കുഞ്ഞിക്കാലത്ത് അല്ലേ. മഴ പെയ്ത് എവിടെ നിന്നാ അപ്പം വരണേ, മാനത്ത് നിന്ന് അതിൻ്റെ അറ്റം കാണില്ലല്ലോ. ഉമ്മറത്ത് ഇങ്ങനെ പേപ്പർ വായിച്ചിരിക്കുന്ന അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഇന്നാണെങ്കിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഈ മഴ എങ്ങനെയാണ് പെയ്യണം, അറിയാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, എങ്ങനെയാത്? ഉടനെ അച്ഛൻ വിചാരിച്ചു, എൻ്റെ മകൻ പണ്ഡിതനാവാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് അറിവുണ്ടാവാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ പറഞ്ഞു കൊടുക്കാൻ വിളമ്പിക്കളയാൻ അച്ഛൻ അങ്ങടാ പറഞ്ഞു. ദേവാലയങ്ങൾ, ജലാശയങ്ങളിലെ ജലം നീരാവിയായി ഉയർന്നു, ചൂടുകൊണ്ട് സൂര്യൻ്റെ താപമേറ്റ് നീരാവിയായി ഉയർന്നു. നമ്മളങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ടേ. അതേ രീതിയിൽ അങ്ങോട്ട് പറഞ്ഞു, അത് മേഘമായി, മേഘം തണുത്ത് ഘനീഭവിച്ച് മഴയായി ഭൂമിയിൽ പതിക്കുന്നു. എന്തെങ്കിലും മനസ്സിലായോ? കുട്ടിക്ക് വായി അങ്ങനെ തുറന്നാ പോയി കണ്ണ് രണ്ടും തള്ളി. ഇതെന്താപ്പ ഘനീഭൂതം, എന്താപ്പ അത് ഒന്നും മനസ്സിലായില്ല. പിന്നെ കുട്ടി ആരോടെ സംശയം ചോദിക്കുക സാധാരണ? പിന്നെ അച്ഛൻ കഴിഞ്ഞാൽ പിന്നെ ആരോട് നോക്കിയാ? അമ്മയോടല്ലേ. ഓടി അടുക്കളയിലേക്ക്. അമ്മ അടുക്കളയില്ല. കാരണം തൻ്റെ ഭർത്താവിനും മക്കൾക്കും നല്ല ഭക്ഷണം വിളമ്പണം. ചുമ്മാ തോന്നിയത് വിളമ്പിയാൽ പോരെ, നല്ല സാത്വികമായ ഭക്ഷണം വിളമ്പാനുള്ള തത്രപ്പാടിലാണ് അമ്മ. ആ അമ്മയോട് ചെന്ന് ചോദിച്ചപ്പോൾ അമ്മ ഉടനെ പറഞ്ഞു, അമ്മ കുട്ടികൾക്ക് ഉതകുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കും. ഒന്നുമില്ലേ മോനെ, നീ കേട്ടിട്ടില്ലേ ഇന്ദ്രൻ നമ്മ കഥ പറഞ്ഞു തന്നിട്ടില്ലേ? വെളുത്തൊരാന, ആ ആന ആകാശത്ത് നിന്നൊരൊറ്റ തുമ്പിക്കൈ നീട്ടല, കടലിൽ നിന്ന് വെള്ളം ഒറ്റ വലിയ, മോളിൽ നിന്ന് അങ്ങോട്ട് പോക്കി മഴ പെയ്തു. കുട്ടിക്ക് സന്തോഷമായി. എൻ്റെ അമ്മയ്ക്ക് എല്ലാം അറിയാം, അച്ഛനൊന്നും അറിയില്ല. സത്യത്തിൽ ആർക്കും അറിയാം? എൻ്റെ അച്ഛന് ഒന്നും അറിയില്ല. അംഗൻവാടി പോയപ്പോൾ കൂട്ടുകാരോടും ടീച്ചറോടും ഒക്കെ പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് എല്ലാം അറിയാം, ഇങ്ങനെയാണ് മഴ പെയ്യണേ. അവരൊക്കെ ചിരിച്ചു. കുട്ടിക്ക് ബഹു സന്തോഷം. എന്ന് പറഞ്ഞ പോലെ നമ്മൾ കൽക്കി വാളും കൊണ്ട് വന്നത് ആരെയും വെട്ടാനല്ല, അത് അറിവിൻ്റെ, വിജ്ഞാനത്തിൻ്റെ തിളങ്ങുന്ന വാളാണ്. ആ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് അധർമ്മത്തെ അരിയാനുള്ളതാണ്, കൽമഷത്തെ അരിയാനുള്ളതാണ് ആ വാള്. അതും സിംബോളിക്കലായി, പ്രതീകാത്മകമായി പറഞ്ഞു. വെളുത്ത കുതിര എന്ന് പറയുന്നത് സാത്വികതയുടെ നിറമാണ് വെളുപ്പ്. നമുക്കൊക്കെ അറിയാലേ എത്ര വർണ്ണങ്ങളുണ്ട്? 7 വർണ്ണങ്ങളുണ്ട് അല്ലേ. ഇതെല്ലാം കൂടി ചേർന്ന ഇത് കളറായിരിക്കും വെള്ളയല്ലേ. സമാധാനത്തിൻ്റെ, സത്യത്തിൻ്റെ നിറമാണ് വെളുപ്പ്. കുതിര അതിൻ്റെ ഒരു സിമ്പലാണ്. അതുകൊണ്ടാണ് കുതിരപ്പുറത്ത് വന്നത്. എത്ര കാലം മുതൽ എഴുതി വെച്ചതാ പുരാണങ്ങളിൽ കൽക്കി അവതരിക്കും. നമുക്കും പ്രതീക്ഷിക്കാം. അത് നമുക്ക് പുറത്തല്ല, നമുക്ക് അകത്താണ് ആ കൽക്കി അവതരിക്കേണ്ടത്. ആ കൽക്കിയുടെ അവതാരം നടന്നാൽ പിന്നെ എന്താ ഉണ്ടാവുക? നമ്മുടെ ആനന്ദമയ കോശം ഉണരും. ആനന്ദമയ കോശം പ്യൂരിഫൈ ചെയ്യപ്പെട്ടാൽ
പിന്നെ നമുക്ക് ആനന്ദമല്ല പരമാനന്ദം. നാമജപത്തിൽ പറയും പരമാനന്ദം ഞങ്ങൾ കരുളുക പരിതാപഹരേ ഗോവിന്ദ. ആ പരമാനന്ദം നമ്മുടെ ഉള്ളിൽ വിളങ്ങാനാണ് കൽക്കി അവതാരം. കൃഷ്ണനെ പോലെ ഒരു ചിലപ്പോൾ നമുക്കറിയില്ല, പുരാണങ്ങളിൽ എഴുതി വെച്ച പോലെ ഒരു ചിലപ്പോൾ കൽക്കി നമ്മുടെ പുറത്തും കാണാം. നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരിലും കൽക്കി ഭഗവാന്റെ അവതാരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരിലും, എന്നിലും, നിങ്ങളിലും അത് അവതരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. നമുക്ക് ഒരുമിച്ചിരിക്കാം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, ഒരുമിച്ച് ശ്രേഷ്ഠമായ ഒരു തലമുറയെ വാർത്തെടുക്കാം. നമുക്കിടയിൽ വിദ്വേഷമില്ലാതിരിക്കട്ടെ. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.